അഴിമതിയുടെ കാര്യമെടുത്താൽ ഇന്ത്യ ആദ്യ 10 സ്ഥാനങ്ങളിൽ പെടും. അതുകൊണ്ട് തന്നെ ഇന്ത്യ അഴിമതിയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് തുടരണമെന്നുള്ളതാണ് തന്റെ അഭിപ്രായമെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. എൻ്റെ ആഗ്രഹം അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തണമെന്നാണ്. കാരണം നമുക്ക് അഭിമാനിക്കാൻ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തിയ മറ്റ് മേഖലകളിലില്ല. ഭരിക്കുന്നവർ ഇന്ത്യയെ അംബാനിക്കും അദാനിക്കും തീറെഴുതി കഴിഞ്ഞു. ഇനി ഇന്ത്യക്കാരുടെ അഴിമതിയെപ്പറ്റി ചില ശ്രീനി തമാശകൾ കൂടി കേൾക്കാം. ഒരു കള്ളനെ പിടിക്കുന്ന യന്ത്രം അമേരിക്കയിൽ കണ്ടുപിടിച്ചു. അരമണിക്കൂർ കൊണ്ട് 10 കള്ളന്മാരെ ആ യന്ത്രം കണ്ടുപിടിച്ചു. യൂറോപ്പിൽ കൊണ്ടുവന്നപ്പോൾ അരമണിക്കൂർ കൊണ്ട് 20 കള്ളന്മാരെ കണ്ടുപിടിച്ചു. ഇന്ത്യയിൽ വന്നപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ആ യന്ത്രം കളവ് പോയി. ജനാധിപത്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ജനങ്ങളാണെന്ന കാര്യം ഭരിക്കുന്നവർ മറന്നുപോകുന്നു. ആരു ഭരിക്കുന്നു എന്നതല്ല, എങ്ങനെ ഭരിക്കുന്നു എന്നതാണ് ജനങ്ങൾ നോക്കുന്നത്. നന്നായി ഭരിക്കുന്നവർ ദീർഘകാലം ഭരണം തുടരട്ടെ എന്നും അഴിമതിക്കാർ ഒരു ദിവസം പോലും തുടരുതെന്നും ശ്രീനിവാസൻ പറഞ്ഞു. അതേസമയം അവയവദാനത്തിനെതിരെ തന്റെ പ്രസ്താവന തനിക്ക് ലഭിച്ച തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഇതിൽ ക്ഷമാപണം നടത്തുന്നതായും ശ്രീനിവാസൻ കൊച്ചിയിൽ പറഞ്ഞു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റായി പോയി എന്നുള്ളതാണ് എനിക്ക് പറ്റിയ വീഴ്ച എന്ന് പറയുന്നത്. അതാണ് ഞാൻ അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.